ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ കണ്ട് 20 മിനിറ്റിനുള്ളിൽ പിണങ്ങിപ്പോയവർ, അതായത് നിങ്ങളെ വിട്ട് പിണങ്ങി മാറിപ്പോയവർ തിരിച്ചു വരും. അപ്പോൾ ഇതിനായി ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് 20 മിനിറ്റിനുള്ളിൽ നിങ്ങളെ വിട്ട് പിണങ്ങിപ്പോയവർ തിരിച്ചു വരും. അപ്പോൾ ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഇത് ആർക്ക് വേണം ചെയ്യാം. കാരണം ഇതിൽ 5 പൈസ പോലും നിങ്ങൾക്ക് മുടക്കില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്ന കാര്യം അതേപോലെ തന്നെ 100% വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വരും. ഓക്കെ, അവരുടെ കോള്, അവരുടെ മെസ്സേജൊക്കെ നിങ്ങളുടെ ഫോണിൽ വരും. ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് ഏത് പ്രായക്കാരായാലും പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളും പ്രണയിക്കുന്നുണ്ട്, വിവാഹം കഴിയാത്ത വ്യക്തികളും പ്രണയിക്കുന്നുണ്ട്. നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ പരസ്പരം ബ്രേക്കപ്പായിട്ട് മാറിപ്പോകുന്നുണ്ട്. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ വ്യക്തികളും പരസ്പരം ചെറിയ കാരണത്തിന് പോലും വഴക്കുകൂടി അവർ പോലും അറിയാതെ പിരിഞ്ഞ് മാറിപ്പോകുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ബ്രേക്കപ്പുകൾ ഉണ്ടാകുന്നത് അവരുടെ കുറ്റമല്ല, നിങ്ങളിലുള്ള ദോഷപരങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മുടെ കാര്യമെല്ലാം തടസ്സമാകും. ഒരു നല്ല കാര്യം നടക്കത്തില്ല, മനസ്സമാധാനം ഉണ്ടാകത്തില്ല, കിടന്ന ഉറക്കം വരില്ല, ഹെഡ് പെയിൻ ആയിരിക്കും, അപ്പോൾ ഭയങ്കര ചിന്തയായിരിക്കും, പിന്നെ ഡിപ്രഷൻ വരെ ഉണ്ടാവുക. അപ്പോൾ ദോഷഫലങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. അഥവാ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നു. അപ്പോൾ നമുക്കൊരു ദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് പെട്ടെന്ന് ഫലിക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ കമൻസ് ഒക്കെ വായിച്ചു കൊണ്ട് 85% ആൾക്കാർക്കും ഫലിക്കുന്നുണ്ട്. കാരണം ഒത്തിരി പേര് എന്നെ കോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും അല്ലാതെ ഫോൺ നമ്പർ എടുത്തായാലും ഒരുപാട് പേര് നന്ദി സൂചകമായിട്ട് എന്നെ കോൾ ചെയ്യാറുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഒരു 85% ആൾക്കാർക്ക് ഫലം കിട്ടുന്നത്. ബാക്കി ആ ഒരു പെർസെൻറ്റേജ് ഫലം കിട്ടാത്തത് അത് അതിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ്. അതേപോലെ തന്നെ ഒരു ഉറപ്പില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യാൻ പോകുന്നു, അത് നിങ്ങൾ 100% നിങ്ങൾക്ക് ഫലിക്കും, നിങ്ങൾക്ക് ഫലിച്ചിരിക്കും എന്ന് നിങ്ങൾ ഉറച്ച് ആ ഒരു വിശ്വാസം കൂടി ഇത് ചെയ്യുകയാണെങ്കിൽ 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടക്കും. ഓക്കെ, 2 മനസ്സോടു കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ വിട്ട് പിണങ്ങി പോയ വ്യക്തി നിങ്ങളെ തേടി വരണം. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച് മൗനമായി ഇരിക്കുക. ഒരു 5 സെക്കൻഡ് മൗനമായിരിക്കും. ഞാൻ പറയാതെ കണ്ണുകൾ തുറക്കണ്ട. ഒരു 5 സെക്കൻഡ് നിങ്ങൾ മൗനമായിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട, നിങ്ങൾ സ്നേഹിച്ച, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആ വ്യക്തി ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളെ വിട്ട് പിരിഞ്ഞുപോയി. ആ ഒരു വിഷമവും ദുഃഖവും നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പെടയുന്നുണ്ട്. ഒരു പെയിൻ. ഞാൻ ആത്മാർത്ഥമായിട്ട്, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എൻ്റെ കൂടെ നിന്ന എൻ്റെ വ്യക്തി പിരിഞ്ഞുപോയി. ആ വ്യക്തി എന്നിലേക്ക് തിരിച്ചു വരണം. എന്നിലേക്ക് ആ വ്യക്തി തിരിച്ചു വരണം എന്ന് നിങ്ങളൊന്ന് ആഗ്രഹിക്കുക. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുക. ഒന്ന് ആഗ്രഹിച്ചാൽ മാത്രം, അത് ഇമാജിനേഷൻ ചെയ്യണം, അത് ആഗ്രഹിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി
നിങ്ങളെ വിട്ട് മാറിപ്പോയ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊന്ന് ആഗ്രഹിക്കുക. ഇനി നിങ്ങൾ ഒരു 5 സെക്കൻഡ് കണ്ണുകൾ അടച്ച് മൗനമായി ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ചില വ്യക്തികൾ അങ്ങനെയല്ല, മറ്റു ചില ചിന്തകൾ കൂടിയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങളെ തേടി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ വിട്ട് മാറിപ്പോയ ആ വ്യക്തിയെ നിങ്ങൾ ഓർക്കുക. ആ വ്യക്തിയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ ഇരിക്കുക. മറ്റു ചിന്തകളൊക്കെ എടുത്തു കളയുക. മനസ്സിൽ നിന്ന് മറ്റു ചിന്തകളൊക്കെ എടുത്തു കളയുക. ഒരു ചിന്തയും വേണ്ട. ഈ ഒരു ചിന്തയല്ലാതെ വേറൊരു ചിന്തയും വേണ്ട. ആ വ്യക്തിയെ മാത്രം ഓർത്ത് ഒരു 5 സെക്കൻഡ് വീണ്ടും നിങ്ങൾ മൗനമായി ഇരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഓർത്ത ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. റിയലായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങളെ ആ വ്യക്തി കോൾ ചെയ്യുന്നു, അത് റിയലായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങളെ ആ വ്യക്തി കോൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ആ വ്യക്തി മെസ്സേജ് അയക്കുക. ഒന്ന് റിയലായിട്ട് കാണുക. അങ്ങനെ നിങ്ങൾ റിയലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു ഹാപ്പിയാവും. നല്ലൊരു സന്തോഷം നിങ്ങൾക്കിപ്പോഴുണ്ട്. നല്ല ഹാപ്പിയായി, നിങ്ങളുടെ മനസ്സിപ്പോൾ ഹാപ്പിയായി. കാരണം ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു, ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്തു, ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. ഇങ്ങനെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ഒരു ചക്രം കാണിച്ചു തരും. ആ ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരിക്കുക. മനസ്സിലായല്ലോ? ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേയിൽ ഒരു ചക്രം കാണിച്ചു തരും. വെരി പവർഫുൾ ചക്രമാണത്. പിരിഞ്ഞുപോയ ആൾക്കാരെയൊക്കെ അതിവേഗം ഒന്നിപ്പിക്കുന്ന ചക്രമാണ്. നിങ്ങളത് നോക്കിയിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ തുറക്കുക. നിങ്ങളത് എത്ര നേരമാണ് ഈ ഒരു ചക്രം നിങ്ങൾ നോക്കി ഇരിക്കേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും സമയം നിങ്ങൾ ഈ ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിട്ടും നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക. മുഖം കഴുകുക എന്ന് ഞാൻ പറഞ്ഞത് പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളത് മുടങ്ങാതെ 21 ദിവസം ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ വന്നെങ്കിൽ പോലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 21 ദിവസങ്ങൾ മുടങ്ങാതെ ചെയ്യുക. അതേപോലെ തന്നെ ആരോടും പറയാതിരിക്കുക. ഈ വ്യക്തി നിങ്ങളെ തേടി വന്ന ശേഷം നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയോട് പറയല് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ആ ഒരു ഇതിൻ്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾ എന്നെ തേടി വന്നത്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാതിരിക്കുക. അത് നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങൾ വെച്ചു കൊടുക്കുക. ഒരിക്കലും ആ വ്യക്തി ഇത് അറിയരുത്. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ 100% വിശ്വാസത്തോടെ ചെയ്താൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നതിൽ സംശയമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. 21 ദിവസം കൗണ്ടിങ് നിങ്ങൾ മുടക്കാതിരിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴൊക്കെ ഇത്രയോടെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ഉണ്ടാവട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.